നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിച്ച് ഏപ്രിൽ 1 മുതൽ പുതിയ വർഷം ആരംഭിച്ചതുകൊണ്ട് ഈ വാർത്ത പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും ഈ വീഡിയോ എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും പൂർണ്ണമായും ശ്രദ്ധിക്കുക. മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം അവസാനിച്ചിരിക്കുന്നതിനാൽ ഏപ്രിൽ മാസം മുതൽ നിരവധി മാറ്റങ്ങൾ വരികയാണ്. നാഷണലൈസ്ഡ് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ തുടങ്ങി എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും പൂർണ്ണമായും ഈ വീഡിയോ കാണുക. ഏപ്രിൽ മാസം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉള്ളടക്കമായിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് ഒരുപിടി മാറ്റങ്ങൾ ഏപ്രിൽ 1 മുതൽ ഉണ്ടാകുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് രംഗത്തും പുതിയ പരിഷ്കരണം, പ്രത്യേകിച്ചും പുതിയ സാമ്പത്തിക വർഷത്തിൽ ATM ഉപയോഗം മുതൽ മിനിമം ബാലൻസ് വരെയുള്ള കാര്യങ്ങളിൽ ഈ പുതിയ മാറ്റം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പോക്കറ്റ് കാലിയായേക്കാം. എന്തൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ അപ്ഡേറ്റ് പൂർണ്ണമായും കാണുക. അതോടൊപ്പം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ATM വഴിയുള്ള പണം പിൻവലിക്കലാണ്. ഏപ്രിൽ 1 മുതൽ ATM വഴിയുള്ള പണം പിൻവലിക്കലിൽ മാറ്റങ്ങൾ വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യമായി പണം പിൻവലിക്കാനുള്ളതിന്റെ എണ്ണം നിജപ്പെടുത്തി എന്നതാണ്. അടുത്ത ആഴ്ച മുതൽ മറ്റു ബാങ്കുകളിൽ നിന്ന് പ്രതിമാസം വെറും 3 സൗജന്യ പണം പിൻവലിക്കലുകൾ മാത്രമാവും ബാങ്കുകൾ അനുവദിക്കുക. ഇതിനുശേഷമുള്ള ഓരോ പിൻവലിക്കലുകൾക്കും 20 മുതൽ 25 രൂപ വരെ ഈടാക്കും. അതായത് ഇനി ഓൺലൈൻ രീതിയിലേക്ക് കൂടുതൽ മാറേണ്ടി വരുമെന്ന് ചുരുക്കം. ഇനി അതുപോലെ തന്നെ മിനിമം ബാലൻസിന്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. ഇടപാട് നടത്തുന്ന ബാങ്ക് ബ്രാഞ്ച് ഇരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാകും ഇനി മിനിമം ബാലൻസ് നിശ്ചയിക്കുക. അതായത് നഗരങ്ങളിൽ മിനിമം ബാലൻസ് തുക കൂടുതലും ഗ്രാമങ്ങളിൽ കുറവുമായിരിക്കും. മിനിമം ബാലൻസ് പാലിച്ചില്ലെങ്കിൽ പിഴയിലും വ്യത്യാസമുണ്ടാകും. ഓരോ ബാങ്കിനും വ്യത്യസ്ത നിരക്കാകും ഈടാക്കുക. അടുത്തൊരു കാര്യം എന്നത് 2025 ഏപ്രിൽ 1 മുതൽ ഫോൺ പേ, ഗൂഗിൾ പേ, Paytm തുടങ്ങിയ UPI ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. അതിങ്ങനെയാണ്: ദീർഘകാലമായി സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ UPIയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇത് UPI വഴിയുള്ള പേയ്മെന്റുകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ സജീവമല്ലെങ്കിൽ, ദീർഘകാലമായി റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് ടെലികോം ദാതാവിനെ, അതായത് ജിയോ, എയർടെൽ, VI, BSNL തുടങ്ങിയ ടെലികോം ദാതാക്കളുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അല്ലെങ്കിൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ പുതിയ നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ വേണം. ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണമെന്ന് NPCI ബാങ്കുകൾക്കും UPI ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 1 മുതൽ നിഷ്ക്രിയ നമ്പറുകൾ ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പോസിറ്റീവ് പേ സിസ്റ്റമാണ്. ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോസിറ്റീവ് പേ സിസ്റ്റം അഥവാ PPS നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇടപാടുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി ബാങ്കുകൾ ഈ സംവിധാനം നടപ്പാക്കി തുടങ്ങുകയാണ്. 50,000 രൂപയ്ക്ക് മുകളിൽ ചെക്കുകൾ നൽകുന്ന ഉപഭോക്താക്കൾ അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം, റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകൾ തുടരാനുള്ള സാധ്യത വളരെ കുറവായി കാണുന്നു. RBI മുഖ്യ പലിശ നിരക്ക് കുറയ്ക്കുന്ന മുറയ്ക്ക് വൈകാതെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയ്ക്കുന്നതാണ് ബാങ്കുകളുടെ രീതി. വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ഈ ഏപ്രിൽ മാസം മുതൽ ബാങ്കിംഗ് സംവിധാനത്തിൽ വരുന്നത്. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.